ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുള്ളതോ നിഗൂഢമോ ആയി തോന്നുന്ന വിഷയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിഷയം പഠിച്ച ശേഷം ഉടൻ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ലോകത്തിലെ രണ്ടാമത്തെ ആഴമേറിയ സ്വർണ്ണഖനിയായ കോലാർ പോയ കാലത്തെ പ്രതാപവും ഐശ്വര്യവും അയവിറക്കിയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ നിലകൊള്ളുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ചെറിയ തോതിൽ സ്വർണ്ണഖനനം നടത്തിയിരുന്ന പ്രദേശമാണ് കോലാർ. ഹാരപ്പയിൽ നിന്നും ലഭിച്ചിട്ടുള്ള സ്വർണം കർണാടകയിൽ നിന്ന് ഖനനം ചെയ്തതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. BC 1-ാം നൂറ്റാണ്ടിലും ചോള സാമ്രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് AD 900 മുതൽ AD 1000 വരെയും വിജയനഗര സാമ്രാജ്യ സമയത്ത് 16-ാം നൂറ്റാണ്ടിലും KGFൽ നിന്നും സ്വർണ്ണഖനനം ചെയ്തിരുന്നതായി പറയപ്പെടുന്നു. ടിപ്പു സുൽത്താന്റെ ഭരണകാലത്തും കോലാറിൽ നിന്നും സ്വർണം കുഴിച്ചെടുത്തിരുന്നു. ഇന്നത്തെ കോലാർ ജില്ലയിലുള്ള ദേവനഹള്ളിയിലാണ് ടിപ്പു സുൽത്താന്റെ ജനനം. പിതാവായിരുന്ന ഹൈദർ അലി അന്ന് മൈസൂരിന്റെ ഭരണം നടത്തുകയായിരുന്നു. ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും ഏതാണ്ട് 50 കിലോമീറ്റർ അകലെ കോലാർ ജില്ലയിലാണ് കോലാർ സ്വർണ്ണഖനി അഥവാ കോലാർ ഗോൾഡ് ഫീൽഡ് സ്ഥിതി ചെയ്യുന്നത്. ടിപ്പുവിൽ നിന്നും ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയതു മുതലാണ് സ്വർണ്ണഖനി KGF എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. കോലാർ നഗരത്തിൽ നിന്നും ഇവിടേക്ക് 31 കിലോമീറ്റർ ആണ് ദൂരം. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് കോലാറിലെ സ്വർണ്ണഖനനം കൂടിയ തോതിൽ ആയത്. 1802 ലഫ്റ്റനന്റ് ജോൺ വാരൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായി സർവേ നടത്തുന്നതിനിടയിലാണ് ഈ മേഖലയിലെ സ്വർണ്ണ നിക്ഷേപത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകുന്നത്. തുടർന്ന് 1873 ഇവിടെ ആധുനിക രീതിയിലുള്ള ഖനനം ആരംഭിച്ചു. 1953 ജൂൺ മാസത്തിൽ ഇവിടത്തെ ഖനിയുടെ ആഴം 9876 അടി വരെ എത്തി. അക്കാലത്ത് ഏറ്റവും ആഴമേറിയ ഖനിയായിരുന്നു ഇതെന്ന് കരുതപ്പെടുന്നു. ചരിത്രാതീത കാലം മുതൽക്കേ അറിയപ്പെട്ടിരുന്ന അമൂല്യ ലോഹമാണ് സ്വർണം. BC 2600 ഈജിപ്ഷ്യൻ ഹിറോഗ്ലിഫിക്സ് ലിഖിതങ്ങളിൽ ഈജിപ്തിൽ സ്വർണം സുലഭമായിരുന്നു എന്ന് പരാമർശിക്കുന്നുണ്ട്. ബൈബിളിലെ പഴയ നിയമത്തിലും സ്വർണത്തെപ്പറ്റി പലവട്ടം പരാമർശിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ നിർമ്മാണ ചരിത്രം എട്രൂസ്ക്യൻ, മിനോവൻ, അസിറിയൻ, ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളുടെ കാലത്തോളം തന്നെ പഴക്കമുണ്ട്. നദീ നിക്ഷേപങ്ങളിൽ നിന്നും മണലിനെയും ചരലിനെയും അരിച്ചെടുത്താണ് അക്കാലത്ത് സ്വർണം നിർമ്മിച്ചിരുന്നത്. പുരാതന കാലം മുതൽ ഇന്ത്യയിൽ, മധ്യേഷ്യയിലും തെക്കൻ യൂറൽ പർവ്വത പ്രദേശങ്ങളിലും കിഴക്കൻ മെഡിറ്ററേനിയൻ തീരങ്ങളിലും സ്വർണം നിർമ്മിച്ചു പോന്നിരുന്നു. സ്വർണം ആദ്യമായി കുഴിച്ചെടുത്ത് ഉപയോഗിച്ചത് ഇന്ത്യയിലാണ്. ഇത് കോലാറിലാണെന്നാണ് അനുമാനം. ഇന്ത്യയിൽ വൈദ്യുതി സജീവമല്ലായിരുന്ന കാലത്ത് KGFൽ ബ്രിട്ടീഷുകാർ വൈദ്യുതി എത്തിച്ചും സ്വാതന്ത്ര്യത്തിനു ശേഷം KGF ഇന്ത്യൻ സർക്കാരിന്റെ അധീനതയിലായി. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു രാജ്യത്തിന്റെ വികസന പ്രവർത്തനത്തിനായി ലോകബാങ്കിൽ നിന്നും വായ്പ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മതിയായ സെക്യൂരിറ്റി ഇല്ല എന്ന കാരണത്താൽ ലോകബാങ്ക് ഇന്ത്യക്ക് ലോൺ അനുവദിച്ചില്ല. എന്നാൽ തങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും മൂല്യമുള്ള ഒരു സാധനമുണ്ടെന്ന് പറഞ്ഞ നെഹ്റു KGF ഈട് നൽകുകയായിരുന്നു. KGFന്റെ മൂല്യം തിരിച്ചറിഞ്ഞ ലോകബാങ്ക് ഇന്ത്യക്ക് ഒന്നും നോക്കാതെ ലോൺ അനുവദിക്കുകയും ചെയ്തു. ഇരുമ്പയിര്, മാംഗനീസ്, സ്വർണം മുതലായ ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായ ഡെക്കാൻ പീഠഭൂമിയിലാണ് കോലാർ ഖനിയുടെ സ്ഥാനം. ഡെക്കാൻ പീഠഭൂമി കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. കർണാടക സംസ്ഥാനത്തിൽ സ്വർണം കൂടാതെ ഇരുമ്പിന്റെയും മാംഗനീസിന്റെയും അയിരുകൾ ഖനനം ചെയ്യപ്പെട്ടിരുന്നു. കോലാറിൽ ഹെക്ടർ കണക്കിന് കുന്നിൻ പ്രദേശം ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് സ്വർണ്ണഖനിയുടെ സാമ്രാജ്യമായി വിളങ്ങി നിന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നും പോലും ഇവിടേക്ക് തൊഴിൽ തേടിയെത്തി വാസമുറപ്പിച്ചവർ നിരവധിയാണ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് കീഴിൽ നിരവധി ഇന്ത്യക്കാർ ഖനികളിൽ പണിയെടുത്തിരുന്നു. തൊഴിലാളികളുടെയും ഉദ്യോഗസ്ഥരുടെയും വാസസ്ഥലം സാമാന്യം ആഡംബരപൂർണമായിരുന്നു. കൂടാതെ തണുത്ത കാലാവസ്ഥയും. ഖനിയുടെ ഭൂഗർഭ അറകളിൽ വെടിമരുന്ന് ഉപയോഗിച്ച് സ്ഫോടനം നടത്തിയാണ് സ്വർണ്ണ അയിരുകൾ ശേഖരിച്ചിരുന്നത്. ഈ സ്ഫോടനം മൂലം ചെറിയ തോതിൽ ഭൂചലനം പ്രദേശത്ത് ഉണ്ടാകുമായിരുന്നു. അതിനാൽ സിമന്റ്, ഇഷ്ടിക എന്നിവ ഉപയോഗിച്ചുള്ള കെട്ടിട നിർമ്മാണം ഇവിടെ വിലപ്പോവുമായിരുന്നില്ല. അതിനും ബ്രിട്ടീഷുകാർ പരിഹാരം കണ്ടെത്തി. കുഴിച്ചെടുത്ത് കിട്ടുന്ന കരിങ്കൽ പാളികൾ കൊണ്ടാണ് മിക്ക കെട്ടിടങ്ങളും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കരിങ്കൽ പലകകൾ കൊണ്ട് കോളനിയിലെ വീടുകളും നിർമ്മിച്ചു. KGF കോളനിയിലെ താമസക്കാർക്ക് ജിംനേഷ്യം ക്ലബ്ബുകളും അവരവരുടെ ആരാധനാലയങ്ങളും ശ്മശാനങ്ങളും പാർക്കുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രിയും ഹോക്കി, ഫുട്ബോൾ ഗ്രൗണ്ടുകളുമെല്ലാം ഉണ്ടായിരുന്നു. ഇന്നും അവ പഴമയുടെ പ്രൗഢിയെ ഓർമ്മിച്ച് നിലകൊള്ളുകയാണ്. എന്നാൽ ഖനിയുടെ അവസ്ഥ ശോചനീയമാണ്. കമ്പനികളും
ഖനികളും അതിലെ യന്ത്രോപകരണങ്ങളും തുരുമ്പെടുത്തു. പുൽപ്പടർപ്പുകൾ പടർന്നും കാട് കയറിയും ആത്മാവ് നഷ്ടപ്പെട്ട നിലയിൽ തുരുമ്പെടുത്ത് കിടക്കുകയാണ്. KGF-ൽ നിന്നും നാട്ടിലേക്ക് മടങ്ങിയവർ പലരും തങ്ങളുടെ പഴയകാലം ഓർത്തെടുക്കുവാനും പുതുതലമുറയെ പരിചയപ്പെടുത്തുവാനും ഇവിടേക്ക് യാത്ര നടത്താറുണ്ട്. പ്രാചീന കാലം മുതൽ ഖനനം ചെയ്തിരുന്നത് മൂലം ഭൂനിരപ്പിൽ നിന്നും അനേകമടി ആഴത്തിൽ കുഴിയെടുത്താണ് സ്വർണം ഈ അടുത്ത കാലത്ത് വരെ എടുത്തിരുന്നത്. ഭൂനിരപ്പിൽ നിന്നും ചെരിഞ്ഞ് താഴേക്ക് പോകുന്ന ഗുഹ പല ശാഖകളായി പിരിഞ്ഞാണ് ഭൂഗർഭഖനികൾ ഉണ്ടാക്കിയിരുന്നത്. അറകളിൽ ഭൂഗർഭജലം നിറഞ്ഞ് ഖനനം തടസ്സപ്പെടാതിരിക്കുവാൻ വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞിരുന്ന സംവിധാനവും ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചു. കൂടാതെ ആഴത്തിൽ പണിയെടുക്കുന്നവർക്ക് ഓക്സിജൻ കിട്ടാതെ ജീവൻ നഷ്ടപ്പെടാതിരിക്കുവാൻ ഇടവേളകളിട്ട് മുകളിലേക്ക് വാതക കിണറുകളും സ്ഥാപിച്ചു. ഈ കിണറുകളിലൂടെ ഭൂഗർഭഖനികളിലേക്ക് എത്തുന്ന അന്തരീക്ഷ വായു പ്രത്യേക ഹോളിലൂടെ കംപ്രസർ വെച്ച് പുറത്തേക്ക് വിടുന്ന പ്രക്രിയയാണ് ശ്വാസവായു ലഭിക്കുവാൻ ചെയ്തിരുന്നത്. ഖനിമുഖങ്ങളിൽ സ്ഥാപിച്ച യന്ത്രഭാഗങ്ങളിൽ വലിയ പൽചക്രങ്ങൾ തിരിയുന്നത് വളരെ ദൂരെ നിന്ന് കാണാൻ കഴിയുമായിരുന്നു. ഈ ചക്രങ്ങൾ തിരിയുന്നത് ഖനിയിൽ നിന്നും സ്വർണ്ണ അയിര് നിറച്ച ബോഗികൾ വടം ഉപയോഗിച്ച് പുറത്തെത്തിക്കുന്നതിനായിരുന്നു. പുറത്തെത്തുന്ന ബോഗിയിൽ നിന്ന് താഴെ നിർത്തിയ ട്രക്കിലേക്ക് അയിര് വീഴുന്നു. ഈ അയിര് കുറച്ചകലെയുള്ള വലിയ കമ്പനിയിലേക്ക് എത്തിക്കുന്നു. ഈ കമ്പനിയിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് അയിരിൽ നിന്നും സ്വർണം വേർതിരിക്കുന്ന പ്രവർത്തനമാണ് ഇനി നടക്കുക. സ്വർണം വേർതിരിച്ച ശേഷം ബാക്കി വരുന്ന മണ്ണ് നിക്ഷേപിച്ചിരുന്ന സ്ഥലം ഇന്ന് വലിയ കുന്നുകളായി മാറി. പുല്ല് പോലും മുളയ്ക്കാത്തതും തികച്ചും ഉപയോഗശൂന്യമായതുമായ മണ്ണാണിത്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽ എടുത്തിരുന്ന അയിരിൽ നിന്നും വേർതിരിച്ച മണ്ണ് ഇട്ടു വന്നതുകൊണ്ടാണ് അവിടം വലിയ കുന്നുകളായി മാറിയത്. ഖനനം നടത്തുന്നത് വഴി ലഭിച്ച കരിങ്കൽ കഷ്ണങ്ങൾ കൂട്ടിയിട്ട കുന്നുകളും KGF-ലുണ്ട്. ഇവിടെ കരിങ്കലിന് വിലയില്ല. ഭൂഗർഭ അറകളിൽ നിന്ന് എത്രമാത്രം ഖനനം നടന്നിട്ടുണ്ടെന്നത് ഈ കുന്നുകൾ കണ്ടാൽ തന്നെ തെളിവ് ലഭിക്കും. തമിഴ് സൂപ്പർ സ്റ്റാർ ധനുഷ് അഭിനയിച്ച മന്മഥരാസ എന്ന ഗാനം പൂർണ്ണമായും ചിത്രീകരിച്ചത് ഈ കുന്നിൻ മുകളിലാണ്. വൻതോതിൽ സ്വർണ്ണ ഖനനം നടന്നിരുന്ന കോലാർ ഗോൾഡ് ഫീൽഡിലെ ഏറ്റവും കൂടുതൽ സ്വർണം ഖനനം ചെയ്തിരുന്ന ഖനിയെ ചാമ്പ്യൻ റീഫ് എന്നാണ് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത്. ഇതാണ് ആഴത്തിലും ഏറെ മുന്നിലുള്ളത്. തൊഴിലാളികൾ സ്വർണം കൊണ്ടുപോകാതിരിക്കുവാൻ ശക്തമായ കാവലും കോലാറിൽ ഏർപ്പെടുത്തിയിരുന്നു. എങ്കിലും അപൂർവം ചില ബിരുദന്മാർ സ്വർണം കടത്തി. ഖനിയിൽ സർവത്ര ഉണ്ടായിരുന്ന പെരിച്ചാഴികളെ വകവരുത്തി അവയുടെ ശരീരത്തിനകത്ത് സ്വർണം വെച്ച് പോലും കടത്തിയിരുന്നു അത്രേ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയതിനു ശേഷം ഖനി ഗവൺമെന്റ് ഏറ്റെടുത്തു. കുറഞ്ഞു വരുന്ന ധാതു നിക്ഷേപം മൂലവും വർദ്ധിച്ച ഉൽപാദന ചെലവ് മൂലവും 2004 സർക്കാർ ഈ സ്വർണ്ണഖനി പ്രവർത്തനം നിർത്തി. കുഴിച്ചെടുക്കുവാൻ വേണ്ടി വരുന്ന അതേ തുകയ്ക്ക് വിദേശത്ത് നിന്ന് സ്വർണം ഇറക്കുമതി ചെയ്യാമെന്ന കാരണത്താലാണ് ഇത്. സ്വർണ്ണഖനിയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ വസിക്കുന്ന കോലാറിൽ ഇന്നും ഇന്ത്യയുടെ ചെറുപതിപ്പ് തന്നെ കാണാനാകും. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് ജോലി തേടിയെത്തിയവർ വസിച്ചിരുന്ന ക്വാർട്ടേഴ്സുകൾ ഖനി നിർത്തിയതിനെ തുടർന്ന് കമ്പനി അവർക്ക് സ്വന്തമായി നൽകി. ഒറ്റമുറി ക്വാർട്ടേഴ്സുകൾക്കിടയിൽ ആരാധനാലയങ്ങളും വളർത്തുമൃഗങ്ങളുമൊക്കെയുമായി KGF നിവാസികളുടെ ജീവിതം സാധാരണ പോലെ പോകുന്നു. ബാംഗ്ലൂർ ചെന്നൈ റെയിൽപാതയിൽ ബംഗാരപ്പേട്ട സ്റ്റേഷനിൽ നിന്നും കോലാർ ഗോൾഡ് ഫീൽഡിലേക്ക് റെയിൽപാതയുമുണ്ട്. ഖനി പ്രവർത്തനം നിർത്തിയതിനെ തുടർന്ന് ജോലി നഷ്ടമായ KGF നിവാസികൾ ഇന്ന് ബാംഗ്ലൂരിലേക്ക് തൊഴിലിനായി പോയി വരുന്നതിനാണ് ഈ പാത പ്രധാനമായും ഉപയോഗിക്കുന്നത്. ചില സമയത്ത് ട്രെയിൻ തിരക്ക് മൂലം നിറഞ്ഞു കവിയാറുണ്ട്. ഇപ്പോൾ അറിയാം ഖനി നിർത്തിയതിനെ തുടർന്ന് തൊഴിൽ നഷ്ടമായ KGF നിവാസികളുടെ എണ്ണം. KGF-ലെ ഖനികൾക്കും റെയിൽവേ സ്റ്റേഷനും ഒരു പ്രതാപകാലമുണ്ടായിരുന്നു എന്നത് KGF നിവാസികളുടെ മുഖത്ത് ഇന്നും കാണാനാകും. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്.